പല വിധത്തിലുള്ള മീൻസ് ആക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ബേസ് ആക്ട് ആയിട്ട് നിൽക്കുന്നതാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇത് വന്ന വർഷം 1948 ആണ്. ഡിസംബർ 10-നാണ് ഇത് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ 10-ാം തീയതി നമ്മൾ എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. 1948 ഓക്കെ, 1948 ഡിസംബർ 10-ാം തീയതിയാണ് ഇത് അംഗീകരിച്ച്. അതുകൊണ്ടാണ് ഡിസംബർ 10 നമ്മുടെ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇത് അംഗീകരിച്ച സ്ഥലം എന്ന് പറയുന്നത് പാരീസാണ്, ഫ്രാൻസിലെ പാരീസാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന എലനോർ റൂസ്വെൽറ്റും ആണ് ഇതിന് നേതൃത്വം നൽകിയത്. അതായത് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെയൊക്കെ വൈഫാണ്, ഫസ്റ്റ് ലേഡി ആയിരുന്നു. അപ്പം അവരുടെ ഒരു നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കാം. പിന്നെ റെനെ കാസിൻ ഒരു ജൂറിസ്റ്റാണ്. അദ്ദേഹത്തിനും കൂടി സപ്പോർട്ടും കൂടിയിട്ടാണ് ഇത് ഓതർ ചെയ്ത് ഈ ഒരു പ്രഖ്യാപനം നിലവിൽ വന്നത് എന്നുള്ള ഓർത്തിരിക്കുക. 30 ആർട്ടിക്കിൾസ് ആണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുള്ളത്. 30 ആർട്ടിക്കിൾസ്. ഓരോ ആർട്ടിക്കിളിലും ഓരോ മൗലികമായിട്ടുള്ള റൈറ്റ്സുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 10 1948 എന്ന വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടാവണം.